റൂബിയ പഹാരിയുടെ കൊലക്കേസിൽ സത്യം എവിടെയാണ് മറഞ്ഞത്? സ്വന്തം ഭർത്താവിനാൽ 50 കഷ്ണങ്ങളാക്കപ്പെട്ട ഒരു യുവതി. വർഷങ്ങൾക്കിപ്പുറം ഈ കേസ് എവിടെ എത്തി നിൽക്കുന്നു? നീതിയുടെ വാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടോ? റൂബിക പഹാരിൻ എന്ന 22 വയസ്സുകാരിയുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ജാർഖണ്ഡിലെ സഹിബ്ഗാഞ്ച് ഡിസ്ട്രിക്റ്റിലെ ബോറിയോ എന്ന ഗ്രാമത്തിലാണ് സംഭവം. റൂബിക പഹാരിൻ 22 വയസ്സുള്ള ഒരു ആദിവാസി യുവതി. അതേ പ്രദേശവാസിയായ ദിൽബാർ അൻസാറിയുമായി റൂബിക പ്രണയത്തിലായി. ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. ദിൽദാറിന്റെ രണ്ടാം ഭാര്യയായിരുന്നു റൂബിക. ദിൽബാർ അൻസാരിക്ക് ആദ്യ ഭാര്യയുണ്ടായിരുന്നു. റൂബികയുമായുള്ള വിവാഹത്തോടെ ദിൽദാറിന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. റൂബികയെ മതം മാറ്റാൻ കുടുംബം നിർബന്ധിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ കുടുംബ പ്രശ്നങ്ങളും റൂബികയോടുള്ള വിരോധവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചു. ദിൽബാർ അൻസാറിയും അയാളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് റൂബികയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. 2022 ഡിസംബർ 17-നാണ് സംഭവം പുറത്തറിയുന്നത്. റൂബികയെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു. അതിദാരുണമായ ഒരു കാഴ്ചയാണ് പിന്നീട് നാട്ടുകാരെയും പോലീസിനെയും ഞെട്ടിച്ചത്. ബോറിയോയിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപം നായകൾ എന്തോ ഭക്ഷിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കഷ്ണങ്ങളാക്കിയ നിലയിൽ കണ്ടെത്തി. ഇലക്ട്രിക് കട്ടർ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചെന്നായിരുന്നു പ്രാഥമിക കണ്ടെത്തൽ. ഏകദേശം 12 മുതൽ 50 കഷ്ണങ്ങളായി ശരീരം കണ്ടെത്തുകയായിരുന്നു. ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് ദിൽബാർ അൻസാറിയാണെന്ന് കണ്ടെത്തി. അയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ദിൽദാറിന്റെ അമ്മാവനായ മൈനുൽ അൻസാറിയാണ് കൊലപാതകത്തിൽ പ്രധാന പങ്ക് വഹിച്ചതെന്നും കണ്ടെത്തി. ഇയാൾ റൂബികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കാൻ സഹായിച്ചു. തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ ദിവസങ്ങളോളം തിരച്ചിൽ തുടർന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് റൂബികയുടെ തല ഒരു കുളത്തിൽ നിന്ന് കണ്ടെത്താനായത്. ഈ കേസിൽ ദിൽബാർ അൻസറി, മൈനുൽ അൻസറി, ദിൽദാറിന്റെ ആദ്യ ഭാര്യ, മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ക്രൂരമായ കൊലപാതകം രാജ്യത്തുടനീളം വലിയ ചർച്ചയായി. പലരും ഈ സംഭവത്തെ ശ്രാദ്ധ വോക്കർ കൊലക്കേസിനോട് ഉപമിച്ചു. 2023 ജൂണിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ മുഖ്യപ്രതികൾ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലോ വിചാരണയിലോ ആണ്. റൂബികയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. അതിവേഗ കോടതി വഴി വിചാരണ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു.